തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്, വ്യക്തവുമാണ്. ഞാൻ ഇനി വീണ്ടും സഞ്ജുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയും. ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഒരു കപിൽ ദേവ് സെക്കൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാം, ഒരു റിയൽ ഫൈറ്ററാണ് അദ്ദേഹം. ഇനിയിപ്പോൾ IPL ഈ സമീപകാല പ്രകടനം നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം. ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമ്പോൾ ഹാർദിക്കിൽ കാണുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് ഡിഫറൻ്റ് ആണ്. ഞാൻ സഞ്ജുവിലേക്ക് വരാൻ കാരണം, സഞ്ജു 25 2020 മത്സരങ്ങളാണ് കളിച്ചത്. ആവറേജ് സംവാട്ട് 18, അതാണ് സഞ്ജുവിൻ്റെ ഒരു ആവറേജ്. സഞ്ജു IPL ഒരു കാണിക്കുന്ന ഫൈറ്റിംഗ് സ്പിരിറ്റ്, ആ കോൺഫിഡൻസ്, ആ അഗ്രസീവ്നെസ്, അതൊക്കെ ഈ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പ്രകടമാക്കാറില്ല. ഏറ്റവും ഒടുവിലത്തെ സെഞ്ചുറി, ഏകദിനത്തിലെ ദക്ഷിണാഫ്രിക്കെതിരെ സെഞ്ചുറിയെ മറക്കുന്നില്ല. അപ്പോൾ പോലും സഞ്ജുവിന് പലപ്പോഴും എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക ക്രീസിലേക്ക് എത്തിയാൽ ഇന്ത്യൻ ജേഴ്സിയിൽ, അത് മാത്രമാണ് കേട്ടോ, ഇന്ത്യൻ ജേഴ്സിയിൽ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ. ഈ തവണ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ ഡോക്ടർ അജിത് കുമാർ? ഇത്തവണ സഞ്ജു ടീമിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും കളിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, റെപ്യൂട്ടേഷന് ഇന്ത്യൻ ടീമിലെ യാതൊരു വിലയില്ല. ഞാൻ വളരെ റെപ്യൂട്ടഡ് ആണ്, ഞാൻ പണ്ട് കുറെ സ്കോർ ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിന് ഓരോ വിലയും ഇത്തവണ നമ്മുടെ സെലക്ടേഴ്സ് നൽകിയിട്ടില്ല. റെപ്യൂട്ടേഷൻ നമ്മൾ പറയാം ഇറ്റ്സ് ലൈക്ക് എ ബബിൾ വിച്ച് ക്യാൻ ബേസ്റ്റ് അറ്റ് എനി ടൈം. അതുപോലെയായിരുന്നു. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മുടെ സെലക്ടേഴ്സ്, അത് കൃത്യമായിട്ട് ഈ പ്ലേയേഴ്സിന് അതൊരു മെസ്സേജും കൂടിയാണ്. നിങ്ങൾ എല്ലാവരും കളിച്ച് കയറിയിരിക്കുകയാണ്, യു ബെറ്റർ പെർഫോം വെൽ. അതിന്റെ ഒരു മെസ്സേജ് ആ ടീമിലുണ്ട്. നിങ്ങളിപ്പം T20 വേൾഡ് കപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ യുവർ പ്ലേസ് വിൽ ബി അറ്റ് സ്റ്റേക്ക്. യാതൊരു സംശയം വേണ്ട. ക്യാപ്റ്റന് പോലും ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ്. അവരെല്ലാരെയും പെർഫോമൻസ് ആണ് ഇപ്പൊ ഇന്ത്യൻ ടീം. കാരണം ഇത്ര ഒരു സ്ട്രോങ് ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യയെ പോലെ വേറെ ആർക്കെങ്കിലുണ്ടോ? നമുക്കൊരു വേറൊരു ടീമിനെ ഇറക്കാം. അതേ സ്ട്രെങ്ത് ഉള്ള നമുക്ക് വേറൊരു ടീമിനെ ഇറക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇന്ത്യൻ ടീമിനുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചത് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. ഗൈക്വാഡിന്റെ ലീഡർഷിപ്പിൽ നമ്മൾ പോയി അന്ന് ഗോൾഡ് അടിച്ചത്. എന്തൊരു ടീമായിരുന്നു. അപ്പൊ എവിടെ വേണമെങ്കിലും ആ ടീമിന് ഇപ്പൊ തിലക് വർമ്മ എന്തൊരു പെർഫോമൻസ് ആണ് അവിടെ ഇട്ടത് എല്ലാവരും. അപ്പൊ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലെവലിന് പോലും വേൾഡ് കപ്പ് കളിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്. അപ്പൊ അത് ഈ പ്ലേയേഴ്സ് ഒക്കെ നല്ല അവെയറാണ്. അപ്പൊ അവിടെ ഇത്തവണ സഞ്ജു വളരെ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്തവണ ടീമിലേക്ക് കയറിയിരുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലെ ഒരു വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പെർഫോമൻസ് എന്ന ഒറ്റ ക്രൈറ്റീരിയയിൽ കയറിയതാണ്. അപ്പോൾ അതിന്റെ ഒരു വാല്യൂ ഇപ്പൊ ഈ പ്ലേയേഴ്സിന് മനസ്സിലേക്ക് മനസ്സിലാവും. അപ്പൊ അത് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് എന്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം എല്ലാവർക്കും അറിയാം നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്, അവരെ റീപ്ലേസ് ചെയ്യാൻ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തവണ സഞ്ജുവിന് കൂടുതൽ പ്രഷർ ആയിരിക്കും നന്നായിട്ട് കളിക്കാനായിട്ട്. ഒരു കാഷ്വൽ മാത്രമല്ല സെഞ്ചുറിന്റെ മെച്യൂരിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്തവണത്തെ IPL സഞ്ജുവിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്കോറിംഗ് മാത്രമല്ല, ഹൗ ഹി ഈസ് സ്കോറിംഗ്. കഴിഞ്ഞ IPL അദ്ദേഹം സ്കോർ ചെയ്തു, പക്ഷെ ഒരു 50-55 റൺസ് എടുക്കുമ്പോൾ ഒരു കാഷ്വൽ സ്ട്രോക്ക് എടുത്തിട്ട് ഔട്ടായി പോകണമെന്ന് നമുക്ക് പലപ്പോഴും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ IPL സഞ്ജു ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ മെച്യൂരിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ആ പിച്ചിന്റെ കണ്ടീഷനൊക്കെ നോക്കി. പിന്നെ ആദ്യത്തെ ബോൾ തന്നെ 6 അടിക്കാനൊന്നും ഇപ്പൊ പോണില്ല. കൃത്യമായിട്ട് 2-3 ബോളൊക്കെ കളിച്ച് കൃത്യമായിട്ട് ഒന്ന് അസസ് ചെയ്തിട്ട് പിന്നെയാണ് സ്ട്രോക്കിലേക്ക് പോണത്.